നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മുതൽ 7 സീറ്റുകൾ വരെ വിജയസാധ്യതയുള്ളതായി ബി.ജെ.പി വിലയിരുത്തൽ. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട മണ്ഡലങ്ങളിൽ വിജയിക്കാം. തൃശൂർ, തിരുവല്ല, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട്. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം വിമർശിച്ചത് തെറ്റായിപ്പോയെന്ന് കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ലഭ്യമായ പോളിംഗ് ശതമാനം കൂടി കണക്കിലെടുത്ത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്നത്. തിരുവനന്തപുരം, കുന്നത്തുനാട്, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും വലിയ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലൂടെ മറ്റ് മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്താനായെന്നും വോട്ട് വിഹിതം കാര്യമായി ഉയർത്തുമെന്നും പാർട്ടി വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടനം വിശദമായി പരിശോധിക്കാൻ പ്രധാന നേതാക്കൾ ജില്ലകളിലേക്ക് പോകും. ബൂത്തുതല കണക്കുകൾ നേരിട്ട് വിലയിരുത്താനും കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഈ മാസം 30-നകം പരിശോധന പൂർത്തിയാക്കും. ഒരു കോർ കമ്മിറ്റി അംഗവും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെട്ട സമിതിയാണ് ജില്ലകളിലെത്തുക. ക്രൈസ്തവ സഭകൾക്കെതിരായ വിമർശനത്തിൽ ഷോൺ ജോർജിനോട് യോഗത്തിൽ വിശദീകരിക്കാൻ ആവശ്യമുയർന്നു. കോൺഗ്രസിന് അനുകൂല സമീപനം സ്വീകരിച്ചതിന് ദീപിക പത്രത്തിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചതെന്നും സഭയെയോ നേതൃത്വത്തെയോ വിമർശിച്ചിട്ടില്ലെന്ന് ഷോൺ ജോർജ് മറുപടി നൽകി. ഇനി സഭാ നേതൃത്വത്തെയോ സഭകളെയോ പരസ്യ വിമർശനം പാടില്ലെന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി നിർദ്ദേശം നൽകി. പാലക്കാട്ടെ വോട്ടിന് കോഴ ആരോപണങ്ങൾക്കിടെ ഒരു ബി.ജെ.പി വനിതാ നേതാവിനെതിരായ വോയിസ് ക്ലിപ്പിൽ തന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നും അതിനാൽ ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്നും യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ. സോമൻ ആവശ്യപ്പെട്ടു. എന്നാൽ നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല.